കട്ടപ്പന പവർ ഇൻ ജീസസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ സന്താളിയുടെ 171ാമത് അനുസ്മരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന അശോക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആസാം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ ബ്രദർ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തിനെതിരെ ഇവിടുത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന സംസ്കാര സമ്പന്നരായ ആളുകൾ അതിനെതിരെ പോരാടുവാൻ തയ്യാറാകാതെ നിന്നപ്പോൾ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമൊക്കെ അതിനെയൊക്കെ പിന്തുണച്ചു നിന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജന്മിമാർ അമിത പലിശ വാങ്ങിച്ചുകൊണ്ട് പാവപ്പെട്ട ഗോത്രവർഗക്കാരെയും ഇന്ത്യക്കാരെയും അവരെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിന് അവരുടെ ഭൂമിയിൽ മേലുണ്ടായിരുന്ന അവകാശം തട്ടിപ്പറിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വനത്തിൽ നിന്നും അവിടുന്ന് വസ്തുക്കൾ അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ജന്മിമാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും ഇന്ത്യയോട് കാണിക്കുന്നത് അനീതിയാണ് എന്ന് ആദ്യം ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഗോത്ര വിഭാഗമാണ് സന്താൾ വിഭാഗമെന്ന് ഇന്ത്യക്കാർ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒരു സന്ദർഭമാണിത്. തുടർന്ന് സന്താളി ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സിദോ മുർമു, കാൽഹു മുർമു എന്നിവരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സെന്റ് ജോൺ CSI ഇടവക വികാരി ഫാദർ സതീഷ് വിൽസൺ മുഖ്യപ്രഭാഷണം നടത്തി. പോലീസ് സബ് ഇൻസ്പെക്ടർ ആദർശ് S ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 1855 में संथाल विद्रोह अन्याय और शोषण के खिलाफ शुरू हुआ था. इसने संथाल विद्रोह 30 जून 1855 इसने भारत की स्वतंत्रता आंदोलन को नई प्रेरणा थी और हमें एकता और साहस का संदेश दिया. आज हमारा समाज के सामने एक नई चुनौती है, नशा. और अब समाज चुनौती नशा हमारे युवाओं और परिवारों को नुकसान पहुंचा रहा है. പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. ജോർജ് തോമസ്, രാജേഷ് തോമസ്, ദിനേശ് ഹെബ്രോം, സുമിത് മറണ്ടെ, സുമാർ ബസ്രു, സുമിത് മുരമു, അനിത ഹൻസുദ, ചോട്ടി മുർമു, ഗ്രേസി കിസ്കു, ദുലറ്റ് ടുഡു എന്നിവർ നേതൃത്വം നൽകി.